സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ. റവ കൊണ്ടുള്ള റോസ് മിൽക്ക് കേക്കാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കേക്ക് തയ്യാറാക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ 1/4 കപ്പ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചേറെ നേരം മുമ്പ് വെളിയിലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ബട്ടർ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് എന്തുമാത്രം പഞ്ചസാര വേണം അതിനനുസരിച്ചുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാരയും ബട്ടറും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണമെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പം ബട്ടറും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർന്ന് ഈ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് തൈരാണ്. തൈര് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്പാച്ചിലയോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് റവ ഒന്ന് പൊടിച്ചെടുത്തതാണ്, നന്നായിട്ട് പൊടിച്ചെടുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഈ സ്പാച്ചുല വെച്ച് തന്നെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ഇട്ടെങ്കിൽ യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മാത്രം മതി. ഈ ഒരു സ്ട്രക്ചറിൽ ഇതിനെ കൊണ്ടുവരിക. എന്നിട്ട് നേരത്തെ നമ്മൾ എണ്ണ തൂത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മേൽവശം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് 1-2 വട്ടം ഒന്ന് തട്ടി കൊടുക്കാം, ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് അവനിലേക്ക് വെക്കാവുന്നതാണ്. ഞാനൊരു 7 മിനിറ്റ് നേരം 170 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിവിടെ അവനകത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേക്കിൻ്റെ ടെമ്പറേച്ചർ. 35 മിനിറ്റിൽ 170 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ഡിഗ്രി സെൽഷ്യസിലാണോ ഇത് വെക്കുന്നത് ആ സെയിം ഡിഗ്രി സെൽഷ്യസിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഓരോ അവനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും, അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. അങ്ങനെ 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള റോസ് മിൽക്ക് കേക്ക് തയ്യാറായിട്ടുണ്ട്. റവ വെച്ചുള്ളതാണ്, വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഇച്ചിരി ധൃതി കൂടിപ്പോയതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ അത് മുറിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൂടൊക്കെ ആറിയ ശേഷം മാത്രമേ മുറിക്കാവൂ. കേക്ക് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ, എടുക്കുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒട്ടും നനവൊന്നുമില്ലാത്ത പാത്രത്തിൽ വേണം തയ്യാറാക്കി എടുക്കാൻ. അതിനുവേണ്ടി എടുക്കുന്ന പാത്രങ്ങളിലൊന്നും നനവ് കാണരുത്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ കിട്ടും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.